ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ഇറ്റ് അനദർ വ്ളോഗ്. ഇന്ന് നമുക്കിവിടെ 11th റമദാനാണ് കേട്ടോ. 10 നോമ്പ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും രാവിലെ ഞാൻ കുറച്ച് നേരം ഉറങ്ങി. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഞാൻ ഇന്നലെ ഒരു റെസിപ്പി കണ്ടായിരുന്നു. സെമി എനിക്ക് ഷെയർ ചെയ്ത് തന്ന ഒരു റെസിപ്പിയാണ്. 4 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് മാത്രം ഒരു ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഞാനിത് ഉണ്ടാക്കാൻ എല്ലാ പരിപാടികളും ഒപ്പിച്ച് വെക്കണം കേട്ടോ. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് കാശ്മീരി മുളകാണ്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ച് വെക്കണം. പിന്നെ വേണ്ടത് കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളി ഇതാ ഞാനിത് ക്ലീൻ ചെയ്ത് നോമ്പിന് മുന്നേ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ കുഞ്ഞുള്ളി. ഇത്ര വരുന്നുള്ളൂ. നമുക്ക് വെറും 4 ഇൻഗ്രീഡിയൻറ്റ് മാത്രം. കുഞ്ഞുള്ളിയും ബീഫ്, ഉപ്പ്, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, എത്ര മാത്രം മതി കേട്ടോ. വേറെ നമുക്ക് എക്സ്ട്രാ മസാലപ്പൊടി ഒന്നും വേണ്ട. ഇതിലോട്ട് നമുക്ക് നല്ല നെയ്യുള്ള ബീഫ് തന്നെ വേണം കേട്ടോ. നമ്മൾ കുഞ്ഞുള്ളി ഓൾറെഡി സൈഡിലൊന്ന് നമ്മൾ സോട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ബീഫ് ഒന്ന് വാഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഉള്ളിയിലോട്ട് ഇടാം കേട്ടോ ഈ ബീഫ്. ഇവിടെ സെമിക്ക് ബീഫ് എങ്ങനെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലൊന്നും പറ്റൂല കേട്ടോ. ഒന്നുകിൽ ബീഫ് ഡ്രൈ ഫ്രൈയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നോർമൽ മസാല ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ ബീഫ് ഓൾറെഡി ഒന്നുകിൽ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ, അല്ലാതെ കറിയായിട്ട് അങ്ങനെ എപ്പോഴും ഉണ്ടാക്കില്ല കേട്ടോ. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച കറി അതേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തവണ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ലതാണെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാമല്ലോ. പക്ഷെ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് കേട്ടോ. എന്താവും അറിയില്ല, നമുക്ക് ലാസ്റ്റ് കാണാം എങ്ങനെ ആവുമെന്ന്. നമ്മളിതാ പൊടിച്ച് വെച്ച നമ്മളെ കശ്മീരി ഉണ്ടല്ലോ, ഇത് നമ്മൾ വഴറ്റിയെടുത്ത ഉള്ളിയിലോട്ട് ഇടാം. ഈ വെളിച്ചെണ്ണ കിടന്നിട്ട് നമ്മൾ ഈ ചില്ലി ഫ്ലേക്സ് കിടന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതാണ് നമ്മൾ മെയിൻ വരുന്നുള്ളൂ. വേറെ പൊടികളൊന്നും നമുക്ക് ഇടണ്ട. പിന്നെ നമ്മൾ വാഷ് ചെയ്ത് വെച്ച നമ്മൾ ബീഫ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് അതിലോട്ട് ഉപ്പ്, കുരുമുളക് പൊടി ഇത്ര ഇടേണ്ട ആവശ്യമുള്ളൂ, വേറെ ഒന്നും ഇടണ്ട കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് വിസിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ വിചാരിച്ച് 4 വിസിൽ ചെയ്യാമെന്ന്, പക്ഷെ എനിക്ക് മാറിപ്പോയിട്ടോ. ഞാൻ ചെറിയ കുക്കറിൽ വെക്കുകയാണെങ്കിൽ എനിക്ക് 4 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ എനിക്കിത് ഓവർ കുക്ക്ഡ് ആയിപ്പോയിട്ടോ. അല്ലാതെ ടേസ്റ്റൊക്കെ ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്ന് നോമ്പ് തുറക്കാൻ സ്നാക്സ് എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് മോമോസ് ഉണ്ടാക്കാന്ന്. അപ്പം ഞാനിന്ന് ഫോൺ ചെയ്യുമായിരുന്നു വീട്ടിലോട്ട്. അപ്പോൾ എൻ്റെ കാക്കുവിൻ്റെ വൈഫ്, അവളെ പേരും ഷൈമ എന്നാണ്. മോമോസിനെ പറ്റി ഞങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഇന്ന് എന്തായാലും മോമോസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്തായാലും ആദ്യം തന്നെ ഡോ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഡോ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് ഒന്നുകൂടി സോഫ്റ്റ് ആയി കിട്ടുക. അതിലൂടെ ഞാൻ കുറച്ച് ഓയിലും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെയ്ത് വെച്ചാണ്. എനിക്ക് ഇവിടെ വീട് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. ബെഡ് റെഡിയാക്കി വെക്കുക, പിന്നെ എനിക്ക് കുറേ ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട് കേട്ടോ. പക്ഷെ എല്ലാം കൂടി എനിക്ക് പറ്റൂല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഓരോ സെക്ഷനായിട്ട് ഓരോ ദിവസം ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വാർഡ്രോബ് എനിക്കൊന്ന് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ എടുത്തിട്ടും, പിന്നെ ഞാൻ സമ്മർ ഡ്രസ്സ് ഒന്നും ഉപയോഗിക്കാത്ത ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് ഞാനിതാ വേറൊരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഇത് ഞാൻ ഇടുന്നതും ഇടാത്തതും വേറെ വേറെ കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പോൾ വിൻ്റർ ആണല്ലോ, അപ്പോൾ വിൻ്റർ ഡ്രസ്സ് അല്ലേ ഇടും. ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് തീരാനാവുമ്പോൾ സമ്മർ ഡ്രസ്സ് ഞാൻ പുറത്തെടുക്കുള്ളൂ. അപ്പോൾ ഞാനിതാ സമ്മർ ഡ്രസ്സ് സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പാൻസും കാര്യങ്ങളൊക്കെ ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാറാണ് കേട്ടോ. പിന്നെ ടാനിയുടെ ഞാൻ വേറെ സെക്ഷനായിട്ട് വേറെ കബോർഡിൽ തന്നെ അവൻ്റെ വെക്കും. സെമിയുടേതാണെങ്കിലും വേറെ വെക്കും. ഇങ്ങനെ ഡ്രസ്സ് എല്ലാം കൂടി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവണ്ടല്ലേ. എനിക്കാണെങ്കിലും ഇങ്ങനെ മെസ്സി ആവാതെ ഡ്രസ്സ് ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സെമി എപ്പോഴും ഇങ്ങനെ വലിച്ച് താഴെ ഇടും. ഞാൻ എപ്പോഴും വഴക്ക് പറയുന്ന ഒരു കാര്യമാണ്, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, എടുക്കുമ്പോൾ പെട്ടെന്ന് ധൃതിയിൽ എടുത്തു പോകുമ്പോൾ അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനൊന്നും സെമിക്ക് അങ്ങനെ അറിയില്ല. അപ്പം ഞാനാണ് ആ പരിപാടികളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ ടാനിയുടെ കൂടെ കുറച്ച് നേരം ഒന്ന് കളിക്കൂട്ടോ, അത് അവന് വേണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ ഒരു പണിക്കും അവന് സമ്മതിക്കൂല. നൈഫ് കൊണ്ട് എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നത്? നൈഫ് കട്ട് ചെയ്യോ? ഓക്കെ, എന്താ കട്ട് ചെയ്യുന്നേ? ടാനിക്ക് ഞാൻ രാവിലെ കസ്റ്റേർഡാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഉച്ചയ്ക്ക് ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ, നമ്മൾ നഗറ്റ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചായിരുന്നു, ബോൺലെസ് ആയിട്ടുള്ള അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ബിരിയാണി അല്ല, എന്നാൽ ഒരു റൈസ് ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചിക്കൻ റൈസ് ഉണ്ടാക്കാമെന്ന്. ഇങ്ങനെയൊക്കെ അവന് ഇഷ്ടമാണ് കേട്ടോ. അവന് ആദ്യം റൈസൊന്നും കഴിക്കലേ ഉണ്ടായിരുന്നില്ല, വളരെ കുറവായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന സമയത്തൊന്നും അവന് അങ്ങനെ ചോറ് കഴിക്കലേ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു
ടാനി എന്തുകൊണ്ടാണ് അങ്ങനെ ചോറ് കഴിക്കാൻ ഭയങ്കര മടി കാണിക്കുന്നതെന്ന് ഞാൻ പക്ഷേ റിപ്പീറ്റഡ്ലി കൊടുത്തോണ്ടിരുന്നു. ഇവിടെ ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം, കുട്ടികൾക്ക് എപ്പോഴും കൊടുത്തോണ്ടിരിക്കണം എന്ന്, എന്നാലേ അവർ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അവർ പിക്കായി പോകുന്നു. അതുപോലെ എനിക്ക് തോന്നിയിട്ടോ. ഞാൻ എന്തൊക്കെ ഫുഡ് അവന് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അത് ഞാൻ അവന് ഡെയിലി കൊടുത്തോണ്ടിരുന്നു. കഴിക്കൂല, പിന്നെയും കൊടുക്കും, അങ്ങനെ ശീലമായി. ഇപ്പോൾ അവൻ ഡെയിലി അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം അവൻ കഴിച്ചു തുടങ്ങിട്ടോ. സെമി ഏതായാലും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിചാരിച്ചു ഇന്ന് നല്ല വെതറാണ് കേട്ടോ. ഇന്ന് ചെറിയ തണുപ്പൊക്കെ കുറവുണ്ട്, ചെറുതായിട്ട് സണ്ണി പോലെയൊക്കെ ഉണ്ട്. സണ്ണിന് കംപ്ലീറ്റ് ചൂടൊന്നുമില്ല. പുറത്ത് നമ്മൾ സണ്ണിയൊക്കെ തന്നെയാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ചെറിയൊരു കുളിരുള്ള തണുപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടേ പുറത്തിറങ്ങാൻ പറ്റൂ. അപ്പോൾ ടാനിക്ക് ഏതായാലും ടാനിയുടെ ഒരു ജീപ്പുണ്ട്, അത് നമ്മൾ സമ്മറിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. അവന് കഴിഞ്ഞ സമ്മറിൽ നല്ലോണം ഉപയോഗിച്ചിരുന്നു കേട്ടോ. അത് ഫസ്റ്റ് ടൈം വാങ്ങിച്ചായിരുന്നു. ടാനിക്ക് 1 വയസ്സുള്ളപ്പോഴാട്ടോ നമ്മളത് വാങ്ങിച്ചത്. അതിൽ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഡെയിലി അവനെ വെച്ച് നമുക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ തൊട്ടടുത്താണ്, ഒന്ന് നടക്കാനുള്ള ദൂരം പോലും ഇല്ല നമ്മളെ പാർക്കിലോട്ട്. നമ്മളെ വീട് കഴിഞ്ഞ് ഞാനാണ് പാർക്ക് വരുന്നത്. ഞാനും ടാനും ഇടയ്ക്ക് നടക്കാൻ ഇറങ്ങാറുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ വിൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിലൊന്നും പോകില്ലല്ലോ, കംപ്ലീറ്റ് വീടിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ. അപ്പോൾ ഇന്ന് നല്ലൊരു വെതർ കണ്ടപ്പോൾ സെമി ജോലിയും കഴിഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ അടുത്തുള്ള പാർക്ക് പോവാണ് കേട്ടോ. ടാന് ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം കുറേ നാളായില്ലേ അവൻ ഈ ജീപ്പൊക്കെ കണ്ടിട്ട്. അവന് ഇത് കാണുമ്പോൾ എപ്പോഴും പറയും കേട്ടോ അവന് ഓടിക്കണം എന്നൊക്കെ. പക്ഷേ നമ്മൾ വെതർ അത്ര നല്ല അല്ലാത്തതുകൊണ്ട് അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു. ഇപ്പം ഇന്ന് ഐസൊക്കെ മെൽറ്റ് ചെയ്ത് നല്ല വെതർ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെതർ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാനൊക്കെ അടിപൊളിയാണ്. ഇപ്പം ഡെയിലി ഇവിടെ എല്ലാവരും നടക്കാൻ ഇറങ്ങും. സമ്മർ ആകുമ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചക്ക് വൈകിട്ട് സമയമൊന്നുമില്ല, അവർ എപ്പോഴും നടക്കാൻ ഇറങ്ങും. അങ്ങനെ ഇവിടെയുള്ള ആളുകൾ ഇരിക്കൽ കുറവാണ്. ടാനി ഭയങ്കര ഇഷ്ടമാണ് പാർക്ക് പോകാനൊക്കെ. കഴിഞ്ഞ തവണ അവൻ എപ്പോഴും ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വാശി കാണിക്കുമായിരുന്നു. ചിലപ്പോൾ എനിക്ക് മടിയാകുമ്പോൾ ഞാൻ കൊണ്ടുപോകാറില്ലായിരുന്നു കേട്ടോ. അവൻ്റെ ഉറക്കത്തിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴാണ് അവന് ഈവനിങ് പോവേണ്ടി വരിക. പക്ഷെ എന്നാലും എനിക്കൊരു മൂഡ് വരുന്ന ടൈമാണ് ഞാൻ അവനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ പുറത്തിറങ്ങുന്നതാണ് നല്ല. വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കും, അതിൻ്റെ വിൻ്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും. ടാനിനെ കാർ ഓടിക്കാൻ പഠിപ്പിക്കട്ടെ. ഇത് അവന് റിമോട്ട് കാറാണ്. അപ്പോൾ ഇത് അവന് കാലൊക്കെ വെക്കാനൊക്കെ സെമി പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരമൊക്കെ നമുക്കിവിടെ പറ്റുള്ളൂ. കുറച്ചൊക്കെ ചെറിയൊരു തണുപ്പ് വന്നു തുടങ്ങി. അവനൊന്ന് ജസ്റ്റ് ഈ ഒരു സ്ലൈഡിൽ ഒന്ന് കയറ്റിയിട്ട് നേരെ വീട്ടിൽ പോകാൻ കേട്ടോ വിചാരിക്കുന്നു. വേറെ ഒന്നും എനിക്ക് കുറേ കുക്കിങ് പെൻഡിങ് കിടക്കുകയാണ്. ഇനി വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമുക്കിന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അവരിപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടി സ്നാക്സ് ഒരു 3-4 ഐറ്റം ഉണ്ടാക്കാതെ വിചാരിക്കുന്നുണ്ട്. ഒരു കസ്റ്റേർഡ് ഉണ്ടാക്കാം. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ടാനിന് ഈ സ്ലൈഡിലൊന്ന് കയറ്റിയിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം കേട്ടോ. ചെയ്താൽ കൊണ്ടുപോവാം. അതാണ് പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷൻ ഇടാത്ത ആള്. कार करू बुवा ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചീസ് ഫിംഗർ ആണ് കേട്ടോ. ഇത് വീഡിയോ കണ്ടിട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ചിക്കൻ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിലൊന്നും വേണ്ട, കുറച്ച് ചീസ്, കോൺഫ്ലവർ, പിന്നെ നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് ഇടാം. ഞാനിവിടെ ഇട്ടത് ഗാർലിക് പൗഡർ, ഒണിയൻ പൗഡർ, ഉപ്പ്, ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസിലും മുട്ടയിലും ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിത് എയർ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഞങ്ങളിവിടെ മാക്സിമം എയർ ഫ്രൈ ആണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മളിത് ഉണ്ടാക്കുന്നില്ല. ഞാനിത് നേരെ ഫ്രീസ് ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. നാളത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ വേറെ ദിവസം നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഇത് ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാനിത് ചെയ്തിരുന്നു. ഇന്നലെ ഞാൻ എടുത്ത് വെച്ചതിനും എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ കേടായി പോവില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്നുള്ളത്. സിമ്പിളാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ചീസ് ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അത് ഭയങ്കര സിമ്പിളല്ലേ. ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. എൻ്റെ വീട്ടിൽ എപ്പോഴും എൻ്റെ ഉമ്മ നോമ്പിന് ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ കസ്റ്റേർഡ്, ഫ്രൂട്ട് കസ്റ്റേർഡ് ഇല്ലേ.
ഉമ്മക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം ഇത് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇന്ന് ഉമ്മ കോൾ ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ ഉമ്മാനോട്, ടാനിക്ക് ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവൻ കുറച്ചും കൂടി കഴിക്കുമല്ലോ വിചാരിച്ചിട്ടും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ വാനിലേൻ്റെ ഐസ്ക്രീം ഇട്ട് കഴിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഒന്നുകൂടി ഇഷ്ടം. അപ്പോൾ നമ്മളെ അടുത്തുള്ള ഏത് ഫ്രൂട്ട്സും വേണമെങ്കിലും എടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ആപ്പിൾ, ഗ്രേപ്സ്, പൊമഗ്രാനൈറ്റും ബനാന അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും എടുത്തിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റേർഡ് എടുത്തിട്ട് ഇതാ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഷുഗർ സിറപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ ആ പണി നമുക്ക് അവിടെ കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ 2 ഐറ്റം ഉണ്ടാക്കിയില്ലേ, ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് മോമോസിനുള്ള ഫില്ലിംഗ് ആണ്. അതും ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, സ്പൈസസ് വേണമെങ്കിൽ, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, സോയ സോസ്, പിന്നെ വേണ്ടത് ഒയിസ്റ്റർ സോസാണ് കേട്ടോ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ഡോവ് ഭയങ്കര സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ട് ഞാൻ എൻ്റെ അടുത്തൊരു കുക്കി കട്ടർ ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കും കേട്ടോ. അത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ആക്കിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഞാൻ റോൾ ചെയ്തെടുക്കും, തിന്നായിട്ട് ആ ഒരു ഷീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇത് ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ കുറച്ച് മെനക്കേടാണ്. ഞാനിത് 2 വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ. അതുകൊണ്ട് എനിക്ക് ഇത്തവണ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇത് നമുക്ക് പല ഷേപ്പിലും ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ. ഇങ്ങനെ ലെയർ ആയിട്ട് എടുത്തിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ലെയറാക്കി എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സിമ്പിളാണ്. നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 സൈഡും കൂടി ബാക്കിലോട്ട് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. അത് പെട്ടെന്ന് ആർക്കും വേണമെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഫുഡാണല്ലോ നല്ലത്. അതാവുമ്പോൾ നമുക്ക് കഴിക്കാനും മടുപ്പില്ല. നോമ്പ് നമ്മൾ എടുത്തിട്ട് നോമ്പ് പിറക്കുന്ന സമയത്ത് ഈ ഓയിൽ കണ്ടന്റ് ഉള്ള സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പാണ്. പിന്നെ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല, ഗ്യാസ് അങ്ങ് കയറിയിട്ട് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ആവിയിലുള്ളതും എയർ ഫ്രൈ ചെയ്ത് കഴിക്കാവും നല്ലത്. ഇവിടെ സെമിക്ക അങ്ങനത്തെയാണ് ഒന്നുകൂടി ഇഷ്ടം കേട്ടോ. ഫ്രൈ ചെയ്തത് വേണ്ട പറയും. കഴിഞ്ഞ നോമ്പിനും ഞങ്ങൾ മാക്സിമം കുറച്ചിരുന്നു. പിന്നെ ഇത്തവണ ജ്യൂസ് ഒന്നും ഞങ്ങൾ അങ്ങനെ വേണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പം നമുക്ക് ഗസ്റ്റ് ഉള്ളതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ മോമോസ്. ഞാൻ ഏത് റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിലും ഓർഡർ ചെയ്യുന്ന ഒരേ ഒരു ഐറ്റം ഇതായിരിക്കും. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ ക്രോക്കറ്റ്സ്. കുറേ ആയിട്ടോ ഞാൻ ഈ സാധനം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഞാൻ ചിക്കൻ ഒന്ന് ബോയിൽ ചെയ്തിട്ടുണ്ട്. ആ ബോയിൽ ചെയ്ത വെള്ളത്തിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റ് സോസ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൂടുതൽ സോസ് ആക്കാൻ പാടില്ല, കുറച്ച് തിക്കായിട്ടിരിക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് ലൂസ് ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ സെറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഞാനിത് ജസ്റ്റ് വെള്ളമോ ഓയിലോ എന്തെങ്കിലും കയ്യിൽ പുരട്ടിയിട്ട് ഇങ്ങനൊരു ഷേപ്പാക്കി എടുത്തിട്ട് ജസ്റ്റ് ബ്രെഡ് ക്രംസിലും മുട്ടയിലും കോട്ട് ചെയ്തെടുക്കും. ഇതാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ പീസ് ഫിംഗറില്ലേ, ഏകദേശം ആ ഷേപ്പിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മുട്ട ബജി ഞാനിതാ ചമ്മന്തി വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കും, ബാറ്ററിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇത് നമുക്ക് എയർ ഫ്രൈ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്തായാലും ഇത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ക്രോക്കറ്റ്സ് ഞാൻ ആദ്യമല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക വിചാരിച്ചു. പിന്നെ നമുക്കല്ലേ എയർ ഫ്രൈ പറ്റുള്ളൂ, വരുന്ന ഗസ്റ്റിന് പറ്റുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടാക്കുന്നത് ജ്യൂസ് ഉണ്ടാക്കണ്ട, നമുക്ക് മൊഹബത്ത് സർവത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അത് നമുക്ക് വാട്ടർമെല്ലും റൂഹാബ്സയും മിൽക്കും ചേർത്ത് ഉണ്ടാക്കുന്ന ഐറ്റല്ലേ. ഇതെനിക്ക് ഇഷ്ടമാണ്, സെമിക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ഷുഗറാണ്, അതുകൊണ്ട് ഉണ്ടാക്കാറ് കുറവാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ. അപ്പോൾ ബീഫും പൊറോട്ടയാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ കഴിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ. എന്തായാലും നമ്മൾ എല്ലാം ഓൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പരിപ്പ് വട ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്, ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള പരിപ്പ് വട. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.